സോ ഹലോ ഗൈസ് വാട്സാപ്പ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മജൂസ് ഗെയിമിംഗ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് മിനി വേൾഡിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യാത്തണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹാൻഡ് ഷെയറും ചെയ്യാം. നമ്മൾ ഫുഡ് തപ്പി നടന്നപ്പോൾ ഇതൊന്നും കണ്ടില്ലേടി. ഉഫ്, എന്തൊരവസ്ഥയാണോ അവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടിക്ക് മുന്നേ ഒരു ബ്രോ കമൻറ്റ് ചെയ്തു, അതെങ്ങനെയാണ് അളന്ന് ഒന്നും കൂടെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച ബ്രോയിനോടായിട്ട് ഞാൻ പറയാണ്. ബ്രോ, ഞാൻ നോക്കിയത് ഇവിടുന്ന്, ബ്രോൻ്റെ പേര് ഞാൻ വായിച്ചില്ല, ആ കമൻറ്റ് ബോക്സ് ആ കമൻറ്റ് ഞാൻ ഇട്ടേക്കട്ടോ. ഇവിടുന്ന് ഞാൻ ഇങ്ങനെയാണ് അളക്കുന്നത് കേട്ടോ. അതുണ്ടോ, ഇത് ഇതൊരു വില്ലേജറായിട്ടാട്ടോ ഗൈസ് കൂട്ടുന്നത്. ഇതൊരു വില്ലേജ്, ഒരു ഗ്രാമമായിട്ടാണ് കൂട്ടുന്നത്. ഇതിനകത്തുള്ള ഈ രണ്ട് വില്ലേജസിനെയും രണ്ടുപേരുണ്ടായിരുന്നല്ലോ, രണ്ടുപേരുണ്ടാകും. അതൊക്കെ രണ്ട് വില്ലേജസിനെയും കൂടെയും പിന്നെ അതുകൂടാണ്ട് ഇവർക്ക് ഉണ്ടാകുന്ന കുട്ടികളെയും കൂടെ ആയിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. കുട്ടികളൊക്കെ ഇതാണ്ട് ഇവിടെ കിടക്കുന്ന ആ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സെറ്റപ്പ് കാരണം ഇതൊരു വില്ലേജാണ്. ഓൾറെഡി ഇതൊരു വില്ലേജാണ്. ആ വില്ലേജ് വന്നിട്ട് നമ്മൾ വേറൊരു വില്ലേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊരു വില്ലേജാണ്. ഇവിടുത്തെ ബാക്കിയുള്ള അതിനെയൊക്കെ തല്ലി കൊല്ലണമായിരുന്നു, ഞാൻ കൊന്നിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ലിങ്കായിട്ട് ഈ ബെഡിലേക്ക് ലിങ്കായിട്ട് കിടക്കും. അതൊക്കെ ഞാൻ തല്ലിങ്ങനെ കൊല്ലുന്നൊക്കെ ഉണ്ട്, കാണുന്നതിനൊക്കെ അപ്പം തല്ലി കൊല്ലുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാട്ടോ അതുങ്ങളെ രണ്ടെണ്ണത്തിൽ ഞാൻ വെറുതെ വിട്ട്, അല്ലെങ്കിൽ അതുങ്ങളെ രണ്ടിനി എൻ്റെ കൈ വെച്ച് ഞാൻ കൊന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവിടുന്ന് ഞാൻ നോക്കിയത് ഇങ്ങനെ ഒരു ബ്ലോക്കാണ്. ഇവിടുന്ന് ഒരു ബ്ലോക്ക് വിടണമെന്ന്, 2 ബ്ലോക്ക് വിടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ ചുമ്മാ ഒരു രസത്തിനായിട്ട് 2 ബ്ലോക്ക് വിട്ടതാണ്. അപ്പം ഞാൻ ആദ്യം ഇവിടുന്ന് ഇങ്ങനെ അളക്കാമെന്നാണ് ഓർത്തത്. അപ്പോൾ ഇങ്ങനെ അളന്ന് വരുമ്പോൾ ഇത് കടലിലേക്കാണ് വരുന്നത്. അതുകൊണ്ടോ നമുക്ക് മനസ്സിലായിരുന്നത്, എന്താണോ കടലിലേക്കാണ് ഇത് നേരെ പോകുന്നത്. അപ്പോൾ അളവ് ശരിയാവില്ല, അവിടെ നമ്മൾ വെള്ളമൊക്കെയാണ്. അപ്പോൾ വെള്ളം മാറ്റലും ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടുന്ന് എടുക്കാതെ നേരെ താണ്ട ഇതിൻ്റെ അളവിൽ പോയിട്ട് താണ്ട ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ വന്ന് എടുക്കാമെന്ന് കരുതിയപ്പോൾ ഒരു 2 ബ്ലോക്ക് അങ്ങ് വിട്ടിട്ട് എടുക്കാമെന്ന് കരുതി. ഇതുണ്ടോ, ഈ ബ്ലോക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 2 ബ്ലോക്ക് വിട്ടിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടുന്ന് തുടങ്ങിയത്. കഴിഞ്ഞ ഒരു 5-6 എപ്പിസോഡിന് മുന്നേ ഞാൻ ഇവിടുന്ന് അളവെടുത്തത് അങ്ങനെയാണ് ഇവിടുന്ന് അളവെടുത്തത്. പിന്നെ സ്പോണേരി പറയുമ്പോൾ ഇവിടെ 771 പിന്നെ 81 മൈനസ് 338 എന്നുള്ളത് കാണുന്നുണ്ടല്ലോ. അതിനകത്ത് നിന്നാണ് ഞാൻ നോക്കിയത്. മൈനസ് 338 അതുപോലെ 81 അത് നോക്കണ്ടേ. 81 നമ്മൾ ഈ ഓവർ വേൾഡിൽ എത്ര പൊക്കത്താണ് എന്നുള്ള ഒരു ഇതാണ് ഇത് തരുന്നത്. ചിലയിടത്ത് പോകുമ്പോൾ നമ്മൾക്ക് ഈ 64 ഉണ്ടാവുള്ളൂ, 81 ഉണ്ടാവില്ല. 81 ഇവിടെ ആയിട്ട് കാണിക്കുന്നത്. ഞാൻ താഴോട്ട് പോകുമ്പോൾ കാണിച്ചുതരാം ഞാൻ അത് കുറയുന്നത്. ഈ നമ്മൾ ഈ സ്പോണിൻ്റെ ഈ തൊട്ടടുത്തുള്ള ഈ 771 അത് മാത്രം നോക്കിയാൽ ഇങ്ങോട്ട് പോകുമ്പോൾ അതാണ്ടോ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പകരം നമ്മൾ ഇനി ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് കൂടുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 100 ബ്ലോക്ക് കണക്കിട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ 71, അപ്പോൾ 671 ആയിക്കഴിഞ്ഞാൽ 100 ബ്ലോക്ക് അങ്ങോട്ടേക്കാവും. അത് വെച്ചാൽ അങ്ങോട്ട് കുറയുന്നത് കൊണ്ട് 671 വരെ പോയി കഴിഞ്ഞാൽ അവിടെ 100 കിട്ടും. ഇനി ഇങ്ങോട്ടേക്കാണെങ്കിൽ പോകുന്നതെങ്കിൽ 871 വരെ പോകണം കേട്ടോ. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അതെ, ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ 873 വരെ. ഇപ്പോൾ 804 873 വരെ അങ്ങനെ അങ്ങ് പോവാം. ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അങ്ങനെ പോവാം. അപ്പം ഞാൻ എനിക്ക് അങ്ങോട്ട് എടുക്കാനാണ് തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തു. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എടുക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് എടുക്കാം, ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കാം. ഞാൻ ഇങ്ങോട്ടേക്ക് താഴ്ചയാണല്ലോ ഓർത്തിട്ടാണ് ഇങ്ങോട്ട് എടുത്തത്. താഴ്ചയാകുമ്പോൾ നമുക്ക് അധികം പവർ റെയിലിൻ്റെ ആവശ്യം വരില്ല, അതാണ് ഞാൻ താഴ്ചയിലേക്ക് നോക്കിയെടുത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് 2 ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെ നിന്നതിന് ശേഷം 771 അവിടെ ഞാൻ കറക്റ്റ് നോക്കിയിട്ട് ഒരു വ്യത്യാസം ഇല്ലാണ്ട് ഈ ബ്ലോക്കിൽ കൂടെ തന്നെ പോയി. അപ്പോൾ അത് കുറയുന്നുണ്ടോ. ഓക്കെ, ഇനി സ്പീഡിൽ പോവാം. ഓക്കെ, അപ്പോൾ അത് കുറയുന്ന സ്ഥിതിക്ക് ഇത് കണ്ടോ, ഞാൻ താഴോട്ട് ഇറങ്ങിയപ്പോൾ 80 എന്നുള്ളതെടുത്ത് 81 എന്നുള്ളതെടുത്ത് 77. അപ്പോൾ ഇതുണ്ടോ, ഞാൻ 50 താഴോട്ട് വരെ നീങ്ങി കഴിഞ്ഞപ്പോൾ 71. അപ്പോൾ ഇതിനും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ 70. ഇതിപ്പോൾ 70 ഓടുന്നത്, 69 ഓടുന്നത്. ഇത് നമ്മളപ്പോൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മളിവിടെ മാത്രം നോക്കിയാൽ. അപ്പോൾ ഇതാണ്ട് 689. അപ്പോൾ ഇനി ശ്രദ്ധിക്കണം, ഇതാണ്ട് 674. ഇതാണ്ട് 71 വരുന്നത് അവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെയായിട്ട് 100 ബ്ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ 100 ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ അളവാണെങ്കിൽ ചോദിച്ചെങ്കിൽ, എനിക്ക് ഏതളവാണ് ചോദിച്ചതെന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഇതിൻ്റെ അളവാണെങ്കിൽ ചോദിച്ചെങ്കിൽ 5 × 5 1 2 3 4 5 അതുപോലെ
ഇവിടുന്ന് 1 2 3 4 5 അതേപോലെ ഇതാണ്ട് ഇവിടുന്നും 1 2 3 4 5 അതുപോലെ ഇവിടുന്നും 1 2 3 4 5 അങ്ങനെ 5 സമചതുരമാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ സമചതുരം എടുത്തിട്ട് താഴോട്ട് 8 ബ്ലോക്ക്, താഴോട്ട് ഞാൻ 8 ബ്ലോക്കാണ് ഓക്കെ ഡിഗ് ചെയ്യേണ്ടത് 8 ബ്ലോക്ക്. അപ്പോൾ 8 ബ്ലോക്ക് ആകുമ്പോൾ അത് ഇനി ഞാൻ ഇവിടെ കുഴിച്ച് കാണിക്കാൻ നിൽക്കുന്നില്ല, കാരണം വെച്ചാൽ പിന്നെ അത് മൊത്തം മൂടേണ്ട പരിപാടി ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ താഴോട്ട് 8 ബ്ലോക്ക് കറക്റ്റായിട്ട് അങ്ങ് സെറ്റ് ചെയ്താൽ മതി. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആദ്യം ഒന്ന് ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നെ ഒരു 2 വട്ടം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വമ്പ സിമ്പിളായിട്ടും തോന്നും. അതാണ് മൈൻക്രാഫ്റ്റിലെ എല്ലാ സാധനങ്ങളും അതെ. ആദ്യം ചെയ്യുമ്പോൾ ആദ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. അത് കഴിഞ്ഞാൽ വൺ സിമ്പിളായിട്ടും നമുക്ക് തോന്നും. അതാണ് അത്ര ഉള്ള കാര്യം. അപ്പോൾ താഴോട്ട് ഞാൻ 8 ബ്ലോക്ക് എന്നുള്ള രീതിയിലാട്ടാക്കിയേ. ഓക്കെ, അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ജോബ് വെക്കുക. ഓക്കെ, അതും കൂടെ കഴിഞ്ഞിട്ട് ജോബ് വെച്ചിട്ട് അടിയിൽ ഞാൻ പിന്നെ ചെയ്തത് ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കയറി ചെക്കൗട്ട് ചെയ്താൽ മതി. അടിയിൽ ഞാൻ ബെഡ് വെച്ചിട്ടുണ്ട്. 8 ബ്ലോക്ക് നമ്മൾ താത്തിയതിന് ശേഷം പിന്നെ ബെഡാണ് വെക്കുന്നത്. ബെഡ് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊക്കത്ത് ഒരു ഫ്ലോർ ഉണ്ടാക്കുന്നത്. ഫ്ലോർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നടുക്ക് ഒരു ടോർച്ച് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ജോബ്സുകൾ മൊത്തം വെക്കുന്നു. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വില്ലേജസിനെ കൊണ്ടുവരലാണ് പണി. ഇതിപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ 7 മിനിറ്റ് പോയി. അതാണ് ഇത്ര പെട്ടെന്ന് പരിപാടി കഴിയും. ഇതൊക്കെ പെട്ടെന്ന് ടൈം വേഗം പോകുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ ഫോണിൻ്റെ റാം ചോദിച്ചാൽ എനിക്കറിയില്ലടാ, ഞാൻ നോക്കിയിട്ടില്ല. ഇതെൻ്റെ ഫോണല്ല, പിന്നെ എൻ്റെ ഫോണും അല്ല, അത് വേറെ കാര്യം. പപ്പൻ്റെ ഫോണോ. ഓക്കെ, പിന്നെ ബ്രോ എൻ്റെ സ്ഥലം വയനാടാണ്. കുറേ പേര് ഹായ് ബ്രോ എന്നൊക്കെ ഇടുന്നുണ്ട്, ഹലോ ബ്രോ, ഹായ് ബ്രോ എന്നൊക്കെ ഇടുന്നുണ്ട്. എല്ലാവർക്കും ഹായ് ഹലോ. ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഭയങ്കര താങ്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി ഇവരെ എത്തിക്കാനുള്ള പരിപാടി ആട്ടോ നോക്കുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നവരെ ഞാൻ എത്തിച്ചിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കി പരിപാടി ചെയ്ത് 20 വില്ലേജസ് ആട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20 വില്ലേജസിന് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ വന്ന് ബാക്കി പരിപാടി എന്താ ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞ് തന്നേക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഈ മൈൻകാർട്ട് എടുക്കുക. ഇനി ഇങ്ങനെ റിപ്പീറ്റായിട്ട് 5-6 വട്ടം ഈ റിപ്പീറ്റിംഗ് പരിപാടി എനിക്ക് ചെയ്യണം. മൈൻകാർട്ട് എടുക്കുക, എന്നിട്ട് അവിടെ പോവുക. അത് കഴിഞ്ഞിട്ട് അവരെ അങ്ങോട്ടേക്ക് വിടുക. അങ്ങോട്ടേക്ക് വിട്ടതിന് ശേഷം അവിടെ ഞാൻ ചെന്നതിന് ശേഷം ഈ മൈൻകാർട്ട് പൊട്ടിച്ചെടുക്കുക. വീണ്ടും അടുത്ത ആളെ കയറ്റുക. ഇതേപോലെ അങ്ങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പവർ റെയിലുള്ളതുകൊണ്ട് ഇവന്മാർ നല്ല സ്പീഡിൽ പോയിക്കോളും. എനിക്കൊരു ചെറിയ ലാഗ് ഉണ്ട്, അത് ഞാൻ ഇതിൽ കൂടെ റെസ്റ്റോറൻറ്റ് പരിപാടി ഇതുവരെ ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്ട് പുള്ളി പോകുന്നുണ്ട്. പുള്ളീൻ്റെ പുറകെ നമ്മളും വെച്ച് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ എത്തിക്കോളൂ കേട്ടോ വേഗം. നിമിഷം തെറ്റിപ്പോയില്ല. ഓക്കെ പോകുന്നുണ്ട്. അത് ഒരു ചെറിയ ഇഴച്ചിലുണ്ടാവും, ഒന്ന് ഉന്തി കൊടുത്താൽ മതി, പിന്നെയും പൊക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. ഇതേപോലെ എല്ലാത്തിനും കൊണ്ടുവന്നിടണം കേട്ടോ ഈ സീൻ. അതാണ് അടുത്ത ടാസ്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വളോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവൻ താഴെ എത്തിയല്ലോ. ഓക്കെ, അപ്പോൾ ഇവൻ താഴെ എത്തിയിട്ട് ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വില്ലേജറിനെ കൊള്ളാതെ ഇതൊറ്റ അടിക്കുക. ഓക്കെ, അത് നമുക്ക് കിട്ടി, മൈൻകാർട്ട് കിട്ടി. ഇനി വില്ലേജർ ഇങ്ങോട്ട് വരുന്നില്ല, ഒരു ബ്ലോക്ക് മാറ്റുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയത് ക്രാഫ്റ്റിംഗ് ടേബിളാണ്. ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് വെച്ചു. അപ്പോൾ ഇനി അവൻ ഇനി പൊക്കത്തേക്ക് കയറി വരില്ല. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. അപ്പോൾ അതാണ്ട് ഒരു വില്ലേജറായി. ഇനി കറക്റ്റ് എണ്ണം തെറ്റാൻ പാടില്ല കേട്ടോ. 21 ആയാലും ഒന്നും വർക്കാവില്ല, കുറയാനും പാടില്ല കൂടാനും പാടില്ല, അതാണ് ഇപ്പോൾ കാര്യം. അപ്പോൾ എണ്ണം തെറ്റാതെ കറക്റ്റായിട്ട് ഇടുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ സീഡില്ലേ. ഓക്കെ, ഞാൻ ഇതിൻ്റെ സീഡും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സെറ്റിങ്സിൽ പോയാൽ മതിയായിരിക്കില്ലേ? മതി സെറ്റിങ്സിൽ പോവുക. ഞാൻ ഇതിൻ്റെ സീഡും കൂടെ പറഞ്ഞിട്ട് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാട്ടെ. ഓക്കെ, സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇതിനകത്താണ് വീഡിയോസിലല്ല, സെറ്റിങ്സിൽ പോയപ്പോഴേ ഗെയിമിങ്ങിൽ പോയാൽ മതിയോ? ഓക്കെ, ഇതാട്ടോ ഗെയ്സ്. 90 80 50 78 74
82 82 80 144. ഓക്കെ, അപ്പോൾ വേണ്ടവർ എഴുതിയെടുത്തോളുക. എൻ്റെ കൂടെ കളിക്കുന്ന തരത്തിലുള്ളവർ എഴുതിയെടുത്തോളാം കേട്ടോ. സീഡ് ചോദിച്ചായിരുന്നു, അപ്പോൾ ഞാൻ സീഡും തന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാതെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ, ഗയാ.